അമ്മ, ഈശ്വര, ഗീവർഗീസ് സാർ അതാ തിരിയുന്നു, കണ്ടു. ഓ ഭഗവാനെ, മോഹനേഷ് സാർ പരാതി കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇന്ന് ഇടി ഉറപ്പ. വരാൻ പോയി നോക്കാം, അല്ലാതെ എന്തോന്ന് ചെയ്യേ. ഓതാ വരുന്നു സാറേ. നമസ്കാരം സാർ. നമസ്കാരമൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നെ കണ്ടപ്പോൾ ഉത്തമൻ എന്നാത്തിനാ പേടിച്ചേ? ഏയ്, ഞാൻ പേടിച്ചില്ല സാറേ. അല്ലെങ്കിൽ തന്നെ ഞാനെന്തിനാ പേടിക്കുന്നേ? ഒരു കാര്യമില്ലേ? അല്ല, അതിപ്പോ അങ്ങനെ ചോദിച്ച മോഹനേഷ് സാറ് പരാതി കൊടുത്തു കാണും. ഉത്തമന് മാന്ത്രിക മോതിരത്തിന്റെ കച്ചവടമുണ്ടോ? തീർന്നു, മോഹനേഷ് സാർ പരാതി കൊടുത്തു. ചോദിച്ചത് ഉത്തമനോടാ. മന്ത്രശക്തിയുള്ള മോതിരം തരാമെന്ന് പറഞ്ഞ് വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണന്റെ ഭാര്യയുടെ കയ്യിൽ നിന്നും നിങ്ങൾ രൂപ 5000 തട്ടിയെടുത്തോ? സാറേ, ഞാൻ മോതിരം കൊടുത്തു വിട്ടിരുന്നു. അതിന് മന്ത്രശക്തി ഉണ്ടോ? അതിപ്പോ മോതിരം അല്ലേ സാറേ, ചിലപ്പോ മന്ത്രശക്തി കാണും, ചിലപ്പോ കാണൂല. വേഷം കെട്ട് വേണ്ട ഉത്തമ. ഇല്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെയും അയാളുടെ വക്കീലായ ഭാര്യയെയും പറ്റിച്ചാൽ കേസ് എന്താണെന്നറിയോ? 100 രൂപ വിലയുള്ള മോതിരം കൊടുത്തിട്ട് 5000 രൂപ വാങ്ങുകയോ? അതിപ്പോ സാറേ, വക്കീല് നിർബന്ധിച്ചപ്പോ ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്. ഉപദ്രവിക്കരുത്. ഇമാതിരി തട്ടിപ്പുകളുമായി നടക്കുന്നവരെ ഉപദ്രവിക്കാനാണ് സർക്കാർ ഈ ഉടുപ്പും തന്നെ ഞങ്ങളെ വിട്ടിരിക്കുന്നത്. അതിപ്പോ സാറേ, പറ്റിയത് പറ്റിപ്പോയി. ഇനിയിപ്പോ ഇത് കേസാക്കിയതുകൊണ്ട് എന്തോന്ന് കാര്യം? സാറിന് സമ്മതമാണെങ്കിൽ ഞാനൊരു ഐഡിയ പറയട്ടെ. എന്ത് ഐഡിയ? എനിക്ക് കിട്ടിയത് 5000 രൂപയാ. അതിൽ നിന്നൊരു 1500 രൂപ സാറിന് തന്ന ഇതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമോ? നടക്കില്ല. അല്ല സാറേ, സാറ് സഹായിച്ചേ പറ്റൂ. ഉത്തമൻ എന്നെ പറ്റി എന്താ കരുതിയേ? പട്ടാപ്പകൽ ഒരു മാന്യനെയും അയാളുടെ ഭാര്യയെയും ക്രൂരമായി വഞ്ചിച്ച് 5000 രൂപ തട്ടിയെടുത്ത കേസ് 1500 രൂപ കൈക്കൂലി വാങ്ങിച്ച് ഒതുക്കി തീർക്കുന്ന ആളാ ഞാനെന്ന് വിചാരിച്ചോ? എനിക്ക് 2500 രൂപ തരണം. സാറേ, 50-50. ഉത്തമന് 2500, എനിക്ക് 2500. എന്നാ പറയുന്നു? അത് കുഴപ്പമില്ല. പക്ഷെ സാറേ, മോതിരത്തിന് ഫലം ഉണ്ടായില്ലെങ്കിൽ കാശ് തിരിച്ചു കൊടുക്കാമെന്ന് ഞാൻ വക്കീലിനോട് പറഞ്ഞായിരുന്നു. അവരൊരു വല്ലാത്ത ജന്മമാ, എന്നെ ജീവിക്കാൻ സമ്മതിക്കൂല. സാറിന് ഞാൻ 2500 തന്ന ഞാൻ വക്കീലിനോട് എന്തോ പറയും? അതിന് വഴിയുണ്ടെങ്കിലോ? എന്ത് വഴി? പറയാം. ആദ്യം 2500 രൂപ ഇങ്ങെടുക്ക്. സാർ പറ്റിക്കരുത്. ഉത്തമ, ഞാൻ സത്യസന്ധനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. കളവ്, ചതി ഇതൊന്നും എന്റെ നിഘണ്ടുവിലില്ല. ഉത്തമൻ കാശെടുക്ക്. ഹലോ. മോഹനകൃഷ്ണ, ഞാനാ. എന്തായി സാർ? ഉത്തമനെ ഞാൻ പൊക്കി. മോഹനകൃഷ്ണൻ ഇങ്ങ് വാ. ഞാൻ എന്തായിരുന്നു? ഈ SI ഗീവർഗീസ് ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാ. മോഹനകൃഷ്ണൻ പറഞ്ഞതും ഉത്തമനെ ഞാൻ പൊക്കിയെടുത്തില്ലേ? ഇന്ന് വൈകുന്നേരം വരെയാണ് ഞാൻ സമയം ചോദിച്ചിരുന്നേ. പക്ഷെ ഇപ്പോഴും വൈകുന്നേരമായിട്ടില്ല. അതിനു മുമ്പേ കാര്യം നടന്നു. അത് ഉത്തമനോടെ എന്നാലും സാറേ, എന്നോടിത് വേണ്ടായിരുന്നു കേട്ടോ. എന്നോടും അത് വേണ്ടായിരുന്നു. ഉത്തമൻ ഒരാൾ കാരണം എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെടാന്നറിയാമോ? ഇനി മോഹനകൃഷ്ണൻ പറയൂ, ഉത്തമനെ എന്ത് ചെയ്യണം? അത് പിന്നെ, അയ്യോ ഒന്നും ചെയ്യല്ലേ സാറേ, ഞാൻ ആ കാശ് തിരിച്ചു തന്നേക്കാം. കാശ് തിരിച്ചു വേണം, പക്ഷേ എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുക്കാതെ പറ്റുമോ? ശരി, പോലീസുകാരെ എങ്ങനെയാ ശിക്ഷിക്കണമെന്ന് കാണിച്ചു തരാം.
അയ്യോ സാറേ ഒന്നും പറയണം സാറേ. സാറേ ഒന്ന് പറയണം സാറേ. സാറേ എനിക്ക് ഒരു അബദ്ധം പറ്റിയതാണ് സാറേ. മോഹനേഷ് സാറിന്റെ പൈസ ഞാൻ തിരിച്ചു കൊടുക്കാം സാറേ. സാറേ ഒന്ന് പറയാൻ സാറേ ഇനി തല്ലി ഒത്തു ചത്തു. ഇതിപ്പോ കസ്റ്റഡി ഭരണത്തിന് ഞാൻ പ്രതിയാവുമല്ലോ. സാറേ ഇനി ഇവിടെ ഒന്നും ശരിയാവില്ല. തന്റെ ശത്രു ഞാൻ വാങ്ങിയ കാശിന്റെ ജോലി ചെയ്തിട്ടുണ്ട്. പോരെ എന്റെ സാറേ ഇത് കൊല ചതിയായിപ്പോയി. ഇനി ഈ ശരീരം കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. എന്നെ ആശുപത്രി കൊണ്ടുപോ സാറേ. പിന്നെ ആര് കൊണ്ടുപോകും? തല്ലാമെന്നേ ഞാൻ ഏറ്റിട്ടുള്ളൂ. ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടത് മോഹനകൃഷ്ണ. എനിക്ക് വയ്യെങ്കിൽ വേണ്ട. ഇയാളെ ഞാനിവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് എവിടെയെങ്കിലും പോയി വീണ് കിടന്ന് ചത്ത നാട്ടുകാരറിയും. ഞാനും മോഹനകൃഷ്ണനും സർക്കാർ ഉദ്യോഗസ്ഥന്മാരാ. ജോലി പോവും. അല്ല അതിപ്പോ ഒരടി കൊടുത്താൽ മതി എന്നല്ലേ ഞാൻ പറഞ്ഞത്. സാറൊരുമാതിരി ആന കരിമ്പ് കാട്ടി കയറി കണക്കല്ലേ ചെയ്തത്. എനിക്കൊരു ഉത്തരവാദിത്വമൊന്നുമില്ല. വേണ്ട, ഞാൻ പോയി സർക്കാർ ആശുപത്രി കിടന്നോളാം. ബാക്കിയൊക്കെ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. അയ്യോ അല്ലുത്തമ്മ അല്ലുത്തമായ അങ്ങനെ പോയാലെങ്ങനാ? പിന്നെ ഞാൻ എന്ത് ചെയ്യും പറ. എന്തായാലും എന്റെ കാര്യം പോയി. ഇവിടേക്ക് നോക്ക്, എനിക്ക് എന്റെ വഴി. അല്ലുത്തമ്മ ഉത്തമ എന്നെ പറ്റിച്ചോണ്ടല്ലേ? സാറേ ഒരു 5000 രൂപ പറ്റിച്ചതിനാണ് സാറേ ഈ തല്ല്. ഇനി ഈ ശരീരം പഴയതുപോലെ ആക്കി എടുക്കണമെങ്കിൽ ഒരു 50,000 രൂപയെങ്കിലും ആവും. 50,000 രൂപയോ? എക്സ്റേ എടുക്കണം, സ്കാൻ ചെയ്യണം, ECG എടുക്കണം, പിന്നെ മരുന്നും മന്ത്രവും എല്ലാം വേണം. പിന്നെ ശരീരം മൊത്തം ഒഴിച്ചിലും പിടിച്ചിലും ഒക്കെ വേണ്ടി വരും. ചെലവും സാറ് എന്നെ തരേണ്ടി വരും. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എന്റെ വഴി നോക്കും. അല്ലുത്തമ്മ ഞാൻ ഒരൊറ്റടിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ സാറിന്റെ അടുത്ത്. അതെ, ഒരു കാര്യം ചെയ്യാം. എന്തായാലും 50,000 രൂപ എന്ന് ഉത്തമം പറഞ്ഞത് കൂടുതലാണ്. പക്ഷേ കാശ് വേണമെന്ന് പറഞ്ഞതിൽ ന്യായമുണ്ട് താനും. എന്റെ മോഹനകൃഷ്ണ, ഇത്തരം കേസുകളിലൊക്കെ ഇങ്ങനെയാ. തല്ലിക്കഴിഞ്ഞാൽ കാശ് ചെലവാകും. മോഹനകൃഷ്ണൻ ഇതൊക്കെ അറിയാമെന്നാ ഞാൻ കരുതിയേ. പക്ഷെ സാറേ ഒരു പക്ഷേയുമില്ല. ഇനി ഈ കേസിൽ തർക്കം വേണ്ട. ഉത്തമൻ മോഹനകൃഷ്ണനെ പറ്റിച്ച 5000 രൂപ ഉത്തമൻ മോഹനകൃഷ്ണന് കൊടുക്കണ്ട. അയ്യോ 5000 രൂപ കൊണ്ട് എന്തോന്നാവാൻ സാറേ? 5000 രൂപയേ ഉള്ളൂ. വെറുതെ ആവശ്യമില്ലാതെ തർക്കിച്ചാൽ തെളിയാതെ കിടക്കുന്ന കേസുകളൊക്കെ ഉത്തമന്റെ തലയിലാവും. പക്ഷെ 5000 രൂപ ഞാൻ കൊടുക്കണോ? പിന്നെ ആര് കൊടുക്കും? അപ്പോ ആ പ്രശ്നം അങ്ങനെ തീർന്നു. ഉത്തമ, മോഹനകൃഷ്ണൻ നല്ല മനുഷ്യനായതുകൊണ്ട് 5000 കിട്ടി. അല്ല സാർ, ഞാൻ ഇനി ആരെയെങ്കിലും നീ പറ്റിച്ചു എന്ന് അറിഞ്ഞ. പക്ഷെ സാറേ ഞാൻ 5000. മോഹനകൃഷ്ണൻ പൊയ്ക്കോ. എനിക്ക് ഒന്ന് റെസ്റ്റ് എടുക്കണം. പോ മോഹനകൃഷ്ണ. നീ എന്നെ പറ്റിച്ചോണ്ടല്ലേ? എന്നെ കൊണ്ടല്ലോ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ബുദ്ധിയൊക്കെ കൊള്ളാം. പക്ഷേ ആ അഴിയിൽ ചാരി നിർത്തിയിട്ടുള്ള 3ാമത്തെ അടിയുണ്ടല്ലോ ഇവിടെ, അതെനിക്ക് ശരിക്കും കൊണ്ടു കേട്ടോ സാറേ. അത് പിന്നെ കണ്ണും മൂക്കും നോക്കാതെ ഉള്ള ഇടിയില്ലയോ? ഒരെണ്ണമൊക്കെ കൊണ്ടുവന്നിരിക്കും.
അപ്പോ ചുരുക്കി പറഞ്ഞാൽ കിട്ടാനുള്ളതും പോയി, കയ്യിലിരുന്നതും പോയി. സാറ് ഈ എടുത്തുചാട്ടത്തിന് ഇറങ്ങാതെ മര്യാദയ്ക്ക് ഇക്കാരി എന്നെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഉത്തമന് കൊടുത്ത 5000 രൂപ പുല്ലുപോലെ ഞാൻ വാങ്ങിച്ചെടുക്കുമായിരുന്നു. അപ്പൊ അത് പോരാ, ഉത്തമനെ അങ്ങനെ വിടാൻ പറ്റില്ല. അവനിട്ട് കിട്ടാനുള്ളത് കിട്ടണം. അല്ലെങ്കിൽ ഇനിയും അവൻ ആരെങ്കിലും പറ്റിക്കുമെന്ന്. എന്നിട്ട് ഇപ്പൊ എന്തായി? കിട്ടാനുള്ള 5000 പോയി, കയ്യിലിരുന്ന 1000 പോയി. വഴിയെ പോയ അടി മോഹനേട്ടന് കിട്ടിയത് മാത്രം മിച്ചം. ഇതിപ്പോ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ കരുതിയോ? ഉത്തമൻ വേറെ ആരെയും പറ്റിക്കാതിരിക്കാനാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. വേറെ ആരെയും ഇങ്ങനെ പറ്റിക്കാൻ ഉത്തമന് പറ്റില്ലല്ലോ. മോഹനേട്ടാ, ഞാനൊരു കാര്യം ചെയ്യാന്ന് പറയുമ്പോ സമ്മതിക്കാത്തതുകൊണ്ടല്ലേ ഇത്? സകല കാര്യവും നിങ്ങൾ ആണുങ്ങൾക്ക് തന്നെ ചെയ്യണം. എന്നാലോ ഒരു കാര്യവും വൃത്തിയായിട്ട് ആലോചിച്ച് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റൂല. ഇത്തവണ ഞാൻ ശരിക്കും ഒരു പാഠം പഠിച്ചു. ഈ ലോകത്ത് ഉത്തമനെന്നല്ല ആരും വിശ്വസിക്കാൻ പാടില്ല. വിശ്വസിക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ കണ്ണും പൊട്ടി വിശ്വസിക്കരുത്. വേദനയുണ്ടോ? പിന്നില്ലാതെ. കണ്ടാ പറയില്ല ഗീവർഗീസിന് ഇത്രയും ആരോഗ്യമുണ്ടെന്ന്. പക്ഷെ അടി കിട്ടിയപ്പോ എന്റെ കണ്ണിക്കൂടെ പൊന്നിച്ച് പറന്നുപോയി. സാരില്ല കേട്ടോ, ഞാന് ഒരു തൈലം പുരട്ടി തടവി തരാം. അപ്പൊ വേദന മാറിക്കോളൂ. സാരമില്ല. ലോകകാര്യങ്ങളെല്ലാം അറിയാമെങ്കിലും പ്രായോഗിക ബുദ്ധി ആവശ്യത്തിനില്ലെങ്കിൽ ഇങ്ങനെയിരിക്കും. ജീവിതത്തിൽ ഒരിക്കൽ പോലും പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല എന്ന് അഭിമാനിക്കുന്ന മോഹനകൃഷ്ണന് ഇപ്പോൾ തോന്നുന്നുണ്ടാവും പോലീസുകാരുടെ സ്വഭാവം നേരത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു എന്ന്. കയ്യിലിരുന്നതും കിട്ടാനുള്ളതും കൈവിട്ടുപോയ മോഹനകൃഷ്ണന്റെ അടുത്ത പരാക്രമത്തിന്റെ കഥയുമായി കാര്യം നിസ്സാരം തിങ്കളാഴ്ച രാത്രി 9 മണിക്ക്.